അങ്ങനെ നാസർക്ക എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം മാറ്റി വയ്ക്കാൻ പറഞ്ഞതിനും പിന്നെ പോണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ച് മിഞ്ഞാന്ന് കൊണ്ടുവന്ന വലിയ 2 ബാഗ് അതുപോലെ അങ്ങേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് അലക്കിയ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇതിനും ബെഡ്ഷീറ്റ് അങ്ങനെയെല്ലാം. അപ്പം എല്ലാം പിന്നെയും ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് നാസർക്ക പീടികയിൽ പോയി സാധനം വാങ്ങിയിട്ട് വന്നതാണ്. ഇതാണ് എന്നെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അലക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം നമ്മൾ പിന്നെയും പോക്കായി കേട്ടോ. അപ്പം 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ദിവസമേ നിന്നിട്ടുള്ളൂ. അപ്പം നമുക്കിനി അങ്ങെത്തിയിട്ട് കാണാം. എന്നാൽ അപ്പം നമ്മൾ പോക്കായി ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നോമ്പെല്ലാം തുറന്ന് സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അപ്പം ഞാൻ പഴക്ക് വരിനും പിന്നെ പോയിട്ട് അതേ സ്പീഡിൽ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നേട്ടാ. അപ്പം 2 ദിവസം നിൽക്കാൻ വേണ്ടി പറ്റും. ഒരു ദിവസം നിന്നിട്ട് ഇങ്ങ് വന്നേ. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞ് മാവൻ്റെ മുടി കളയുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ഇന്നത്തെ വീഡിയോ അതാണ്. മാവിൻ്റെ മുടി കളയലും മാവക്ക് പേരിടുന്നത് അതുമായിട്ടാണ്. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാസർക്ക പെട്ടെന്ന് തന്നെ കൊണ്ടാക്കാൻ വിചാരിച്ചത് വാവേൻ്റെ മുടി കളയുന്നതിനും പിന്നെ ഇപ്രാവശ്യം നേരം ഈ മുടി കളയാൻ 21 ദിവസമായി. 7ൻ്റെ അന്നേനും കളയാമെന്ന് വിചാരിച്ച അതുകൊണ്ട് അന്ന് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ മിഞ്ഞാന്ന് ഡ്രസ്സും കാര്യങ്ങളെല്ലാം അലക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങ് വന്നതിനും. അപ്പം എല്ലാം അലക്കെല്ലാം അവർക്ക് എടുത്ത് വെച്ച് കൊണ്ടുവന്ന വേഗം അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അങ്ങെത്തിയിട്ട് കാണാം. അപ്പം വാവൻ്റെ മുടി കളയലും പേരുളിയൊക്കെ ഉണ്ട്. അപ്പം വലിയ ചടങ്ങുകളൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ 4 ആളേ ഉള്ളൂ. അപ്പം നമ്മളിപ്പം പോകുന്നത് പുന്നാട് വഴിയാണ്. അപ്പം അതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇരുട്ടി ചുറ്റി വളഞ്ഞ് പോകുമ്പോൾ നമുക്ക് പിന്നെയും സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ പുന്നാട് വഴിയാണ് പോകുന്നത്. പിന്നെ നല്ല നല്ല കാഴ്ചകളെല്ലാം കാണാൻ നല്ല പച്ചപ്പും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. നമ്മളീ പോകുന്ന വഴിക്കുണ്ടാവില്ല ഒരു വീട്. അപ്പോൾ നമ്മൾ ഈ മട്ടന്നൂർ പോകുന്ന വഴിക്കാണ് ഈ വീട്. അപ്പോൾ അതിന് ചേർന്നിട്ടൊരു ചെറിയൊരു വീടും കൂടി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവർ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മളെ വെമ്പടി റോഡാണ് കേട്ടോ. അപ്പം നമ്മൾ മിഞ്ഞാന്ന് രാത്രിക്ക് വരുമ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ ലൈറ്റ് ഫുള്ളായിട്ട് കാണിച്ചു തന്നേനും. അപ്പം അതാണ് വെള്ള മതിൽ കാണുന്നത്. അപ്പോൾ രാത്രിക്ക് ലൈറ്റും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയില്ലേ എന്നെ കാണാൻ. അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ ഇത്. അപ്പം വീട് മതിലിൻ്റെ ഹൈറ്റ് കൊണ്ട് വീട് പുറമേ നിന്ന് കാണുന്നില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി മുന്നേ പോയാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം എത്തിയേട്ടാ. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് നടക്കേണ്ട ദൂരം അത്രേ ഈ റോഡിനുള്ളൂ. നമ്മളിപ്പം പിന്നെ ഇതാണ് ഞാൻ സാധനം വാങ്ങിക്കാൻ വരുന്ന പീടികേട്ടാ. വീടിന്ന് കുറച്ചുകൂടി പോകണം. അപ്പോൾ ഇതാ ഇതിൽ ഇങ്ങോട്ടേക്കാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. അപ്പം വാവേൻ്റെ മുടി കളയുന്നതുകൊണ്ടാണ് വേഗം വന്നത്. ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നെല്ലാം വിചാരിച്ചിരുന്നു. അപ്പോൾ നാസർക്ക് വന്നപാടും വാർത്ത കാണാനിരുന്ന്. നോമ്പായതുകൊണ്ട് ആരുമില്ല, നമ്മൾ 4 ആളേ ഉള്ളൂ. അപ്പം വാവേൻ്റെ മുടി കളയുന്നതാണ്. അപ്പം മുടിയെല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ വാവക്ക് മുടി കളയുന്നതിന് മുട്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും. ഇതാണ് മുട്ടായി. ഇത് വാവേൻ്റെ പേരാണ് മുട്ടായിൻ്റെ മേലെ. അപ്പം കുറച്ച് വേറെയും മുട്ടായി വാങ്ങി. ഇത് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നാസൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന മുട്ടായിയാണ്. അപ്പോൾ ഇതാണ് വാവേൻ്റെ പേര് കേട്ടോ. അപ്പം വാവേൻ്റെ ഡ്രസ്സും കൂടി കാണിച്ചു തരാം. പിന്നെ നാസർക്ക പുറത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അസാൻ മോനെ ഒപ്പം തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. നാസർക്ക പോകുമെന്ന് വിചാരിച്ചിട്ട് ഇതാ സ്കൂട്ടറിൻ്റെ അടുക്ക പോയി നിന്നിട്ടാണല്ലേ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഉപ്പാപ്പ വേണമെന്നോ. അപ്പോൾ നമ്മളെ ബാവേൻ്റെ ഡ്രസ്സാണിത്.
ഇത് കണ്ടില്ലേ, ഇത് ഡ്രസ്സിൻ്റെ മേലെയും വാവൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഫുള്ള് കവറിങ് ആണ്. പിന്നെ ഇതിനകത്ത് തൊപ്പിയും കൂടിയുണ്ട്. അപ്പം വാവയ്ക്ക് അങ്ങനെ പേരിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാവയ്ക്ക് പേരിലിട്ട് ഇത് നമ്മളെ നോമ്പറിൻ്റെ സ്പെഷ്യലാണ്. അപ്പം മുന്തിരി ജ്യൂസ്, ഫ്രൂട്ട്സ്, പിന്നെ ഇതാണ് അരിയുണ്ട് അങ്ങനെയൊന്നും. പിന്നെ രാത്രിക്കേക്ക് നമുക്ക് കബ്സ, ചിക്കൻ കബ്സയാണ് ഇത്. പിന്നെ അസാമോന് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിസ്സ ഓർഡർ ചെയ്തതാണ് മോള്. അപ്പോൾ ഓന് തിന്നിട്ടൊന്നുമില്ല, ഒരു ചെറിയ കഷ്ണം തിന്നിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓനിക്കെന്തെല്ലോ ദേഷ്യമെല്ലാം പിടിക്കുന്നുണ്ട് കേട്ടോ. ഓനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഓന് പെരി പെരി അൽഫാം വേണമെന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടു കൊടുത്തോണ്ട് ഓനിക്കിഷ്ടമായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കബ്സ, ചിക്കൻ കബ്സ, രാത്രിക്കേക്കുള്ള ഫുഡ്. അപ്പോൾ നാസർക്ക് വരാൻ വേണ്ടി നമ്മൾ കാത്തിക്കലാണ്. പുറക്കേക്ക് പോയിട്ടുള്ള അസാൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വരാനിട്ട് പോയിട്ടുള്ള നാസർക്ക. അങ്ങനെ നാസർക്ക എത്തി. നാസർക്ക കൂട്ടാണ്ട് പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യം എല്ലാം ഉണ്ട്. എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ നാസർക്ക വരുമ്പോൾ ഇറച്ചിപ്പത്തിൽ കൊണ്ടുവന്നതിനും ബീഫിട്ട് ഇതാക്കിയത്. അപ്പം ഇന്നത്തെ നോമ്പുറ അടിപൊളിയായിരുന്നു. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നിട്ട് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ.